കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത പരാജയമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുന്നണിയെയും ജനങ്ങളെയും കേട്ട് തുടർ നടപടി സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ. തൃശൂർ ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ LDF-ന് വോട്ട് ചോർച്ച. ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിലെല്ലാം LDF-ന് വോട്ട് കുറഞ്ഞു. A+ മണ്ഡലമെന്ന് BJP വിശേഷിപ്പിച്ചിരുന്ന കൊടുങ്ങല്ലൂരിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് വൻ വോട്ട് ചോർച്ച. 10 വർഷം കൊണ്ട് 10,000 വോട്ട് മണ്ഡലത്തിൽ NDAക്ക് പടിപടിയായി കുറഞ്ഞു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത പരാജയമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തോൽവിയുടെ കാരണങ്ങൾ വിശദമായി വിലയിരുത്തും, മുന്നണിയെയും ജനങ്ങളെയും കേട്ട് തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടത് ചരിത്രത്തിൽ ഇതിനു മുൻപും ഇതിൽ കുറഞ്ഞ വോട്ട് ശതമാനം കിട്ടിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം ആദ്യമായാണ് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുന്നത്. പക്ഷേ ആ പ്രചരണത്തെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിയെയും LDF-നെയും ജനങ്ങളെയും മുഖവിലക്കെടുത്ത് ഈ പറയുന്ന നിലയിൽ സാധാരണ 5 വർഷം കഴിയുമ്പോൾ ഭരണമാറ്റം വരുന്ന സംസ്ഥാനമാണ് കേരളം. അത് ചരിത്രത്തിന്റെ തന്നെ ഭാഗമായിട്ട് തിരുത്തി കുറിച്ച് 10 വർഷം തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും ഭരണത്തിൽ വരാൻ സാധിക്കുന്ന മുന്നണിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുതകുന്ന തരത്തിലുള്ള തിരുത്തലുകൾ തീർച്ചയായും പാർട്ടി സ്വീകരിക്കും. അത് ഞങ്ങൾ ജനങ്ങളോടും പാർട്ടിയോടും പാർട്ടി സഖാക്കളോടും എല്ലാം കൃത്യതയോടുകൂടി തുറന്നു പറയാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്ഥാനം ജനങ്ങളുടെ ഹൃദയപക്ഷത്താണ് എന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിഭാഗം പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തിനെതിരായി വരുന്ന ബൂർഷ്വാ കടന്നാക്രമങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് പാർട്ടി കേരളത്തിൽ അതിശക്തമത്തായ അതിൻ്റെ സ്വാധീനം നിലനിർത്തിയിട്ടുള്ളത്. തൃശൂർ ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ LDF-ന് വൻ വോട്ട് ചോർച്ച. 2021 തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് കണക്കിലെടുക്കുമ്പോൾ ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിലെല്ലാം LDF-ന് വോട്ട് കുറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ 14,603 വോട്ട് കുറഞ്ഞു. തൃശൂർ ജില്ലയിലെ മിക്ക മണ്ഡലങ്ങളിലും 5,000 മുതൽ 15,000-ഓളം വരെ വോട്ടുകളുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ 14,603 വോട്ട് കുറഞ്ഞു. 2021 ലഭിച്ച 71,457 വോട്ടിൽ നിന്ന് 56,854 വോട്ടുകളായി കുറഞ്ഞു. പുതുക്കാട് 10,229 വോട്ടിന്റെ കുറവുണ്ടായി. 2021 ലഭിച്ചത് 73,365. ഇത്തവണ 63,136 വോട്ട്. ചാലക്കുടിയിൽ 12,785 വോട്ട് കുറഞ്ഞു. 2021 60,831 വോട്ടാണ് ലഭിച്ചത്. ഇത്തവണ 48,046 വോട്ടായി. ഇരിങ്ങാലക്കുടയിൽ 6,423 വോട്ട് ചോർന്നു. 2021 62,493 വോട്ടുണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ 56,070 വോട്ട് മാത്രമാണ് നേടാനായത്. ചേലക്കരയിൽ 7,342 വോട്ടിന്റെ കുറവാണ് ഉണ്ടായത്. 2021 83,415 വോട്ട് നേടിയ LDF-ന് ഇത്തവണ ലഭിച്ചത് 76,073 വോട്ട് മാത്രം. തൃശൂരിൽ 10,776 വോട്ട് കുറഞ്ഞു. 2021 44,263 വോട്ടുണ്ടായിരുന്നത് 33,487 ചുരുങ്ങി. ഗുരുവായൂരിൽ 11,003 വോട്ട് കുറഞ്ഞു. 2021 77,072. ഇത്തവണ 66,069. മണലൂരിൽ 13,000 വോട്ട് കുറഞ്ഞു. 2021 78,337. ഇത്തവണ 65,337. നാട്ടികയിൽ കുറഞ്ഞത് 13,951 വോട്ടാണ്. 2021 72,930 വോട്ട് ലഭിച്ച മണ്ഡലങ്ങളിൽ ഇക്കുറി 58,979 വോട്ട് മാത്രമാണ് ലഭിച്ചത്. മീഡിയ ടൈം, തൃശൂർ. പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിലെ പ്രചാരണ പൊലിമകളിൽ മുഖ്യമന്ത്രിക്ക് തൊട്ടുപിന്നിൽ അവതരിക്കപ്പെട്ട മുഖമായിരുന്നു വ്യവസായ വകുപ്പും അതിന്റെ മന്ത്രിയും. എന്നാൽ ആ വകുപ്പിന്റെ സാരഥിയായി P. രാജീവിന് സ്വന്തം മണ്ഡലത്തിൽ കാലിടേറിയത് CPM-നുണ്ടാക്കിയ പ്രഹരം ചെറുതല്ല.
2021 15,336 വോട്ടുകൾക്ക് തിളക്കമാർന്ന ജയം നേടിയ രാജീവിന് ഇക്കുറിയുണ്ടായത് ദയനീയ തോൽവിയാണ്. വ്യവസായ മന്ത്രി എന്ന നിലയിലുള്ള പദ്ധതികളും ആസൂത്രണവും അവതരിപ്പിക്കുന്നതിലെ മികവും ഇത്തവണ തെരഞ്ഞെടുപ്പ് വിജയം അദ്ദേഹത്തിന് അനായാസമാക്കുമെന്ന് ഇടതു കേന്ദ്രങ്ങൾ കരുതിയിരുന്നു. പ്രതിപക്ഷത്തെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവായേക്കുമെന്നുവരെ അഭ്യൂഹങ്ങളും പ്രചരിച്ചു. 2021 അതേ എതിരാളിയുമായി വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അന്നത്തേക്കാൾ കൂടുതൽ കരുത്തനായ രാജീവിന്റെ തോൽവിയെക്കുറിച്ചുള്ള ആശങ്ക ആദ്യഘട്ടത്തിൽ CPMന്റെ ചിന്തകളിൽ ഉണ്ടായിരുന്നില്ല. പ്രചരണത്തിൽ വലിയ ആവേശവും പൊലിമയും ഒരുക്കുന്നതിൽ രാജീവും പാർട്ടിയും മുന്നിലെത്തി. എന്നാൽ വോട്ടെടുപ്പ് ദിവസം അടുക്കുന്തോറും കളമശ്ശേരിയിലെ CPM പ്രവർത്തകരിലും അനുഭാവികളിലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ലെന്ന സൂചനകൾ പ്രകടമായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കണക്കെടുപ്പിലും വിലയിരുത്തലുകളിലും ഗഫൂർ അട്ടിമറി വിജയം നേടുമെന്ന് വിലയിരുത്തിയത് UDF മാത്രമല്ല, ഒരു വിഭാഗം LDF നേതാക്കളും കൂടിയാണ്. P. രാജീവിനെ 16,312 വോട്ടുകൾക്കാണ് ഗഫൂർ പരാജയപ്പെടുത്തിയത്. 2021 നേരിട്ട തോൽവിക്കുള്ള മധുര പ്രതികാരം. അന്ന് 15,336 വോട്ടുകൾക്ക് തിളക്കമാർന്ന ജയം നേടിയ രാജീവിന് ഇക്കുറിയുണ്ടായത് ദയനീയമായ തോൽവി. 2021 അപേക്ഷിച്ച് LDFന്റെ വോട്ട് വിഹിതത്തിൽ 11% കുറവുണ്ടായത്. സംസ്ഥാനത്താകെ സജീവമാകുമ്പോഴും സ്വന്തം മണ്ഡലത്തിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുന്നതിലുണ്ടായ വീഴ്ചകൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെന്നാണ് CPM അണികൾ പറയുന്നത്. പാർട്ടി അണികളുമായും പ്രാദേശിക പ്രവർത്തകരുമായും രാജീവ് കാര്യമായ ബന്ധങ്ങൾക്ക് ശ്രമിച്ചില്ല. പാർട്ടിക്കകത്തും രാജീവിനോട് അതൃപ്തിയുള്ളവരും ഏറെ. വിയോജിപ്പുള്ള പാർട്ടിക്കാരെ അനുനയിപ്പിക്കാനും ശ്രമമുണ്ടായില്ല. പാർട്ടിയിലും പുറത്തും സ്വീകാര്യത കുറഞ്ഞ ചിലരെ തന്റെ വിശ്വസ്തനായി കൂടെ നിർത്തിയതും അവരെ തെരഞ്ഞെടുപ്പ് ചുമതലകൾ ഏൽപ്പിച്ചതും വിനയായെന്നാണ് വിലയിരുത്തൽ. CPMന്റെ ഉറച്ച വോട്ടുകളിലും ചോർച്ചയുണ്ടായിട്ടുണ്ടെന്നാണ് വോട്ട് നില പരിശോധിക്കുമ്പോഴുള്ള സൂചന. എന്തായാലും കളമശ്ശേരിയിലെ വൻ വീഴ്ചയ്ക്ക് കാരണങ്ങൾ നിരത്താനും അത് അണികളെ ബോധ്യപ്പെടുത്താനും പാർട്ടിക്ക് വലിയ ഗൃഹപാഠം വേണ്ടിവരുമെന്നുറപ്പ്. മീഡിയ ടൈം, കൊച്ചി. തൃശൂർ ജില്ലയിൽ NDA വോട്ടുകൾ കുത്തനെ കുറഞ്ഞു. A ക്ലാസ് മണ്ഡലങ്ങളെന്ന് BJP അവകാശപ്പെട്ടിരുന്ന തൃശൂർ, കൊടുങ്ങല്ലൂർ, ഇരിഞ്ഞാലക്കുട, പുതുക്കാട്, ഒല്ലൂർ, കുന്നുംകുളം മണ്ഡലങ്ങളിലും വോട്ടുകൾ ഗണ്യമായ കുറവാണ് ഉണ്ടായത്. 13 ഇടങ്ങളിലും NDA 3-ാം സ്ഥാനത്താണ്. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലടക്കം തിരിച്ചടി നേരിട്ട് NDA സ്ഥാനാർത്ഥികൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ടുകളിൽ കണ്ണുനട്ടിറങ്ങിയ മുന്നണി 13 മണ്ഡലങ്ങളിലും 3-ാം സ്ഥാനത്തായി. 2021 സുരേഷ് ഗോപിക്ക് 40,457 വോട്ട് ലഭിച്ചു. കോൺഗ്രസിൽ നിന്ന് BJPയിൽ എത്തിയ പത്മജയ്ക്ക് ലഭിച്ചത് 28,662 വോട്ട്. 11,795 വോട്ട് കുറഞ്ഞു. സുരേഷ് ഗോപി മുന്നേറിയ ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് മണ്ഡലങ്ങളിലും BJP 3-ാമതായി. BJP മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ മണലൂർ ഇളക്കിമറിച്ച് പ്രചാരണം നടത്തിയിട്ടും 2021 അപേക്ഷിച്ച് 1,559 വോട്ട് മാത്രമാണ് കൂടുതൽ ലഭിച്ചത്. കോൺഗ്രസുമായി ഇടഞ്ഞ് BJPയിൽ ചേർന്ന പത്മജിയെ തൃശൂർ വീണ്ടും തോൽപ്പിച്ചു. CPIയിൽ നിന്ന് BJP പാളയത്തിൽ ചേർന്ന CC മുകുന്ദനും അടിതെറ്റി. ഗുരുവായൂരിൽ വർഗീയതയടക്കം ഇളക്കിവിട്ടിട്ടും അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണന് മുന്നേറ്റമില്ല. BJPയുടെ പ്രധാന നേതാക്കളായ A. പരമേശ്വരൻ, ഉല്ലാസ് ബാബു എന്നിവരെല്ലാം 3-ാം സ്ഥാനത്താണ്. കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, തൃശൂർ, പുതുക്കാട്, ഒല്ലൂർ, കുന്നംകുളം മണ്ഡലങ്ങളിലും NDAക്ക് വോട്ട് കുറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 35,621 വോട്ടാണ് ലഭിച്ചത്. ഇക്കുറി ലഭിച്ചത് 23,933 മാത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 11,688 വോട്ടും നിയമസഭയെ അപേക്ഷിച്ച് 4,171 വോട്ടുകളും കുറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ 2021 34,329 വോട്ട് ലഭിച്ചിടത്ത് ഇത്തവണ കിട്ടിയത് 27,167 മാത്രമാണ്. 7,062 വോട്ടിന്റെ കുറവ്. കുന്നംകുളത്ത് 27,833 ആയിരുന്നത് ഇത്തവണ 17,104 10,729 കുറവ്. ഒല്ലൂരിൽ 22,295 വോട്ടുണ്ടായത് 19,737 2,558 വോട്ട് കുറഞ്ഞു. പുതുക്കാട് 34,893 വോട്ടിൽ നിന്ന് കുറഞ്ഞ് 28,018, നഷ്ടമായത് 6,875 വോട്ട്. എന്നാൽ കയ്പമംഗലത്ത് 9,066 നിന്ന് 19,688 വർദ്ധിപ്പിച്ചു. മീഡിയ ടൈം, തൃശൂർ. A+ മണ്ഡലമെന്ന് BJP വിശേഷിപ്പിച്ചിരുന്ന കൊടുങ്ങല്ലൂരിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് വൻ വോട്ട് ചോർച്ച. 2016 32,793 വോട്ടുകൾ നേടിയിരുന്ന NDA ഇത്തവണ നേടിയത് 23,933 വോട്ടുകളാണ്. 10 വർഷം കൊണ്ട് 10,000 വോട്ട് മണ്ഡലത്തിൽ NDAക്ക് പടിപടിയായി കുറഞ്ഞു.
BJPക്കാർക്ക് കൊടുങ്ങല്ലൂർ A+ മണ്ഡലമാണ്. 2016 സംഗീത വിശ്വനാഥ് കൊടുങ്ങല്ലൂരിൽ നേടിയത് 32,793 വോട്ടുകൾ. മൂന്നാം സ്ഥാനത്താണെങ്കിലും ഒന്നാഞ്ഞു പിടിച്ചാൽ രണ്ടാം സ്ഥാനത്തെത്താം. UDF, LDF വോട്ടുകൾ ചിതറിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടായാൽ കൊടുങ്ങല്ലൂരിൽ ജയിച്ചും കയറാം. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലം A+ മണ്ഡലമായി NDA പരിഗണിക്കുന്നത്. 2016 മത്സരിച്ച സംഗീത വിശ്വനാഥ് BDJS സ്ഥാനാർത്ഥിയായതിനാൽ 2021 സീറ്റ് BJP പിടിച്ചുവാങ്ങി സന്തോഷ് ചെറാക്കുളത്തിനെ മത്സരിപ്പിച്ചു. ഏറെ പ്രതീക്ഷയോടെ സന്തോഷ് ചെറാക്കുളം മത്സരിച്ചെങ്കിലും സംഗീത വിശ്വനാഥിനു വേണ്ടി BDJS നടത്തിയ നീക്കങ്ങൾ പിന്തുടരാൻ BJPക്ക് ആയില്ല. വോട്ട് വിഹിതം കുറഞ്ഞു. 28,204 വോട്ടുകളിലേക്ക് BJP വോട്ട് താഴ്ന്നു. ഇത്തവണ B. ഗോപാലകൃഷ്ണൻ മത്സരിക്കാൻ തയ്യാറെടുത്ത് താഴെത്തട്ടിൽ പ്രവർത്തനവും ചുമരെഴുത്തും വരെ ചെയ്തെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സീറ്റ് 2020 കൈമാറി. മത്സരിക്കാനെത്തിയ വർഗീസ് ജോർജിനു വേണ്ടി BJP പ്രവർത്തകർ കാര്യമായി വോട്ട് സമാഹരണം നടത്തിയില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 28,204 എന്ന സംഖ്യയിൽ നിന്ന് 23,933 എന്ന നിലയിലേക്ക് വോട്ട് കൂപ്പുകുത്തി. വെള്ളാങ്കല്ലൂർ 2,896, പുത്തഞ്ചിറ 1,932, മാള 3,395, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി 5,150, മേത്തല 4,794, പൊയ്യ 1,431, അന്നമനട 2,312, കുഴൂർ 1,709, പോസ്റ്റൽ വോട്ട് 314 എന്നിങ്ങനെയാണ് കൊടുങ്ങല്ലൂരിൽ ആകെ 23,933 വോട്ട് NDAക്ക് നേടാനായത്. പാർട്ടിയുടെ വളർച്ച കൊടുങ്ങല്ലൂരിൽ താഴേക്കാണെന്ന് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ വ്യക്തമാക്കുന്നു. 2016 22%, 2021 18%, 2026 16% എന്നിങ്ങനെയാണ് കൊടുങ്ങല്ലൂരിലെ NDAയുടെ താഴോട്ടുള്ള വളർച്ച. മീഡിയ ടൈം, മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ചാലക്കുടി ബേക്കേഴ്സ് അസോസിയേഷൻ ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാചകവാതക വില വർധനവിനെതിരെ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നഗരസഭ ചെയർപേഴ്സൺ ആലി ഷിബു ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് MD ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ജിനേഷ് ജോർജ്, മുനിസിപ്പൽ കൗൺസിലർ റെയ്സൻ ആലുക്ക, വർഗീസ് പൈനാടത്ത്, സുനിൽ, മുഹമ്മദ് സിനാൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള ആലത്തൂർ ഹനുമാൻ സന്നിധിയിൽ ഇന്ന് തൃശൂർ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർക്ക് വച്ച് നമസ്കാരം നടത്തി. രാവിലെ ആചാരപരമായ ചടങ്ങുകളോടെ സ്വാമിയാരെ സ്വീകരിച്ചു. തുടർന്ന് തേവാര പൂജ, പുഷ്പാഞ്ജലി, ഭിക്ഷ, വച്ച് നമസ്കാരം എന്നീ ചടങ്ങുകൾ നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. 11:30 ചടങ്ങുകൾ പൂർത്തിയാക്കി ആചാരപരമായ യാത്രയയക്കൽ നടന്നു. കൊടകര അഡീഷണൽ ICDS പ്രൊജക്റ്റിൽ നിന്നും വിരമിക്കുന്ന അംഗൻവാടി പ്രവർത്തകർക്ക് യാത്രയയപ്പ് സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ യാത്രയയപ്പ് സമ്മേളനം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭിലാഷ്, CDPO സുധർമണി, വാർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് നയൽ പ്രസാദ്, സ്മിത മനോജ്, പ്രൊജക്ട് ലീഡർ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത പരാജയമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുന്നണിയെയും ജനങ്ങളെയും കേട്ട് തുടർ നടപടി സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ. തൃശൂർ ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ LDFന് വോട്ട് ചോർച്ച. ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിലെല്ലാം LDFന് വോട്ട് കുറഞ്ഞു. A+ മണ്ഡലമെന്ന് BJP വിശേഷിപ്പിച്ചിരുന്ന കൊടുങ്ങല്ലൂരിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് വൻ വോട്ട് ചോർച്ച. 10 വർഷം കൊണ്ട് 10,000 വോട്ട് മണ്ഡലത്തിൽ NDAക്ക് പടിപടിയായി കുറഞ്ഞു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.